ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു തിങ്കളാഴ്ച കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. അത് വൈകുന്നേരമാണ് പരിപാടി, അതും അങ്ങ് തൃശ്ശൂരാണേ. ഇക്കൻ്റെ ഫ്രണ്ടായ ഡോക്ടറിൻ്റെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ തൃശ്ശൂർ. അപ്പോൾ വൈകുന്നേരമാണ് പരിപാടി ഉണ്ടായിരുന്നത്. ഇക്ക വർക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വർക്കിന് ഇറങ്ങി വരുമ്പോഴത്തേനും മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെത്തിയപ്പോഴേക്ക് 3:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്ക് എത്തണം. 5:30ക്കാണ് പരിപാടി. 3:30 3:45 കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഞായറാഴ്ചകൾ വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലേ. സ്കൂളുണ്ടാവില്ല, എന്തെങ്കിലും പ്രോഗ്രാം, കല്യാണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞായറാഴ്ച എന്നല്ല, തിങ്കൾ, ചൊവ്വ, ബുധൻ എല്ലാ ദിവസങ്ങളിലും പരിപാടികൾ തന്നെയാണ് അല്ലേ. സ്കൂൾ ഇപ്പോൾ വൈകുന്നേര പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ വിട്ടിട്ടാണെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ മോന് സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ അവൻ്റെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനെ പിക്ക് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗിൽ എടുത്തിട്ടുണ്ടായിരുന്നു. യൂണിഫോമൊക്കെ പിന്നെ അവന് കാറിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദൂരം യാത്ര ഉള്ളതുകൊണ്ട് തന്നെ മോന് ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ട്രാവൽ ചെയ്യണ ഇഷ്ടമാണ്. പക്ഷെ കുറേ നേരം ഇങ്ങനെ ഇരിക്കണത് ഭയങ്കര ബോറടിയുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഏത് ഇതും ഫുള്ളായിട്ട് കാണൂല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ അത് മാറ്റും. ഒരു പാട്ടാണെങ്കിലും എന്താണെങ്കിലും ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് മുഴുവനാക്കാനായിട്ട് അവൻ സമ്മതിക്കില്ല. വഴിയിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 6 മണിക്ക് എത്തുമെന്ന് വിചാരിച്ചത്. പിന്നെ 6:45 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോൾ. അത്യാവശ്യം നല്ല അടാറ് പരിപാടി തന്നെയായിരുന്നു കേട്ടോ. അവിടെയുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കേട്ടോ പ്രോഗ്രാം. നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരുന്ന വഴിയിലൊക്കെ. ഇത് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണ് കേട്ടോ. ഇങ്ങനൊരു വലിയൊരു അവിടെ ഒരു പോർഷൻ മാത്രമാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളത് തോന്നുന്നു. കാരണം വലിയൊരു ബിൽഡിംഗ് തന്നെ ആയിരുന്നു. അത്യാവശ്യം നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളും കൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്ന് കയറുമ്പോൾ തന്നെ ഓരോ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല 5:30 മണിക്കാണ് കേട്ടോ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെന്ന് കയറുമ്പോൾ തന്നെ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് എണ്ണക്കടികളായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ നോക്കിയില്ല. ഒരുപാട് ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പല വിധത്തിലുള്ള. ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവേ. കാരണം ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും അത്യാവശ്യം നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളായിരുന്നു കേട്ടോ. ലൈറ്റിങ്ങും ആണെങ്കിലും നല്ല സ്റ്റേജ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനിയൊരു ഡാൻസ് കണ്ടിട്ട് വന്നാലോ? അങ്ങനെ ഡാൻസൊക്കെ കണ്ട് മതിമറന്ന് നിന്നപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ട ഓർമ്മ വന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യം പിന്നെ പറയുന്നേ വേണ്ട കേട്ടോ. ഒരുപാട് ഐറ്റംസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് കഴിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു. എല്ലാം കൂടെ കണ്ടപ്പോൾ നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഭക്ഷണം ചോറായാലും അപ്പം, പത്തിരി, പൊറോട്ട, അങ്ങനെ എല്ലാ ഐറ്റംസും, ഡെസേർട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഭക്ഷണത്തിൽ ഇത്രയും വലിയ ഐറ്റംസുകൾ ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ അന്നാ മനസ്സിലായത് കേട്ടോ. കാരണം ഇതൊക്കെ എല്ലാം കൂടെ നമുക്ക് ആ ഒരു ടൈമിൽ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സങ്കടം വരും കേട്ടോ. ഒന്നാമത് ഞാൻ ഡയറ്റാണ്, എന്നാലും ചെറിയ രീതിയിലൊക്കെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെയൊക്കെ ഇതായിട്ട് നാളെ ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കേണ്ടി വരും. ഭക്ഷണത്തിൻ്റെ ഒരു പെരുമഴ തന്നെയായിരുന്നു കേട്ടോ. ഇതിനേക്കാൾ വലിയ ഉചിതമായിട്ടുള്ള വാക്ക് ഇതിനില്ല. കാരണം അത്രത്തോളം ഭക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വിവിധ ഐറ്റംസ് കേട്ടോ. നമുക്ക് പിസ്സ, അതുപോലെ പാസ്ത, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ സുലഭമായിരുന്നു.
അങ്ങനെ ഒരുവിധം എല്ലാം ടേസ്റ്റ് ചെയ്ത് വയറൊക്കെ ഫുള്ളായിട്ടാണ് കേട്ടോ അവിടെ നിന്നുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ലോകത്തേക്ക് വീണ്ടും ഒരു എൻട്രിങ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ ഫുൾ ഡെസേർട്ടിൻ്റെ ഒരു ലോകമായിരുന്നു കേട്ടോ. കാരണം ഫുൾ മധുരം കാര്യങ്ങളും നമുക്ക് ഐസ്ക്രീം, അതുപോലെ കുനാഫ, പിന്നെ അതുപോലെ കേക്കുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ജ്യൂസ്. സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ കണ്ട് കണ്ണെന്നെ മഞ്ഞളിച്ചു എന്ന് തന്നെ പറയാം. പാനിപൂരി തൊട്ട് ഐസ്ക്രീം, അതുപോലത്തെ ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സ് തന്നെയായിരുന്നു കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുന്നത് എടുത്ത് കഴിക്കാവുന്നതാണ്. എൻ്റെ മോൻ തന്നെ പറഞ്ഞു കേട്ടോ, അവനെടുത്ത് പോയിട്ട് ഉമ്മച്ചി ഇവിടുത്തെ പൈസയൊന്നും വേണ്ട, ഫ്രീ ആയിട്ടൊക്കെ തരുന്നത്. പിന്നെ കുനാഫയൊക്കെ നമുക്ക് റെഡി സ്റ്റോക്കായിട്ട് ഇങ്ങനെ ചൂടോടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തരുമായിരുന്നു. ജിലേബി, അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലെ പഞ്ഞിമിഠായി. മോന് സത്യം പറഞ്ഞാൽ അവിടുന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മോനോട് ഇക്ക പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇനി 2 കൊല്ലത്തിന് ഐസ്ക്രീമും മിഠായൊന്നും ചോദിക്കരുത്, അതിനുള്ളതൊക്കെ ഇപ്പം തന്നെ കഴിച്ചോ എന്നുള്ളത്. ആൾക്ക് വയറ് ഫുള്ളായിട്ടുണ്ടായതുകൊണ്ട് അധികം ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് പോരാൻ നേരത്ത് മോമോസ്, പിസ്സ, ബർഗർ, പിന്നെ അതുപോലെ നല്ലൊരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ചായയും അതിൽ ആ ഒരു ആംബിയൻസ് ഉള്ളൊരു ചായക്കട ആയിരുന്നു കേട്ടോ. പണ്ട് കാലങ്ങളിലുള്ള നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു കല്യാണം. ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ 8-8:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീട്ടിലെത്തുമ്പോഴേക്ക് 11 മണിയാവും. അപ്പോൾ മോന് നാളേക്കുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ കാറിലിരുന്ന് തന്നെ ചെയ്യായിരുന്നു. ചെറിയ മോനില്ല മധുരവും ഐസ്ക്രീമൊക്കെ കഴിച്ചതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവന് തിരിച്ചു പോരുമ്പോൾ വലിയ സീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഈ ഒരു അടാറ് കല്യാണ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണേ. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കില്ലേ. എവിടെ പോയാലും ഫോട്ടോസ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ മാതിരി ചെറിയൊരു ഫോട്ടോഷൂട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് ഫോർ വാച്ചിങ്. എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ തന്നെ വർക്ക് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ പിന്നെ മോൻ്റെ ഓരോ എക്സ്പ്രഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ പിന്നെ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അല്ലേ.